കർണാടകയിലെ കാർവാറിൽ പാലം തകർന്ന് പുഴയിൽ വീണ ലോറി കരയ്ക്കെത്തിക്കാനുള്ള ദൗത്യവുമായി മാൽപേ സംഘവും NDRFും ഓഗസ്റ്റ് 7-നാണ് പാലം തകർന്ന് ലോറി പുഴയിൽ വീണത്. ക്രെയിനിൽ ഇരുമ്പ് വടം ഘടിപ്പിച്ചാണ് ഇത് കരയിലേക്ക് എത്തിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ നിന്നും 40 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായ പ്രദേശം. എൻ്റെ പിറകിലായി കാണുന്ന ഈ നദി, ഇത് കർണാടകയിലെ പ്രധാന ജലസ്രോതസ്സായ കാളി നദിയാണ്. ഈ നദിക്ക് കുറുകെയായി പ്രധാനപ്പെട്ട 2 പാലങ്ങളുണ്ട്. NH66 വഴി കർണാടകയിലെ കാർവാറിനെയും ഗോവയെയും തന്നെ ബന്ധപ്പെടുത്തുന്ന പാലമാണിത്. ഈ പാലത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് സദാശിവഘട്ടയും മറ്റൊരു വശം കാർവാറുമാണ്. തകർന്നു കിടക്കുന്ന പാലം നമ്മൾക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കും. 40 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പാലമായിരുന്നു. IRB എന്ന നിർമ്മാണ കമ്പനിയായിരുന്നു ആ 40 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ പാലം നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് വ്യാപകമായി വലിയ തോതിൽ തന്നെ പൈലിംഗ് ജോലികളൊക്കെ തന്നെ നടന്നിരുന്നു. അതാണ് ഈ പാലം തകർന്നു വീഴുന്നതിൽ വലിയ ഒരു കാരണമായത് എന്നാണ് നിർമ്മാണ കമ്പനി ഇപ്പോൾ ഹൈവേ അതോറിറ്റിക്ക് നൽകിയിട്ടുള്ള വിവരം. എന്തായാലും ഇവിടെ നിന്ന് നടക്കുന്നത്, അന്ന് പാലം തകർന്നു വീഴുന്ന സമയത്ത് വലിയ ഒരു ട്രക്ക് അതിലൂടെ സഞ്ചരിച്ചിരുന്നു. ആ ട്രക്കിലുണ്ടായിരുന്ന ഡ്രൈവറെയും സഹായിയെയും ഇവിടെ എത്തിയ സന്നദ്ധ പ്രവർത്തകർക്ക്, രക്ഷാപ്രവർത്തകർക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചു. പക്ഷേ ആ ട്രക്ക് ഇത്രയും ദിവസമായി പുഴയുടെ അടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഷിരൂരിൽ തന്നെ വലിയ രീതിയിൽ ദൗത്യത്തിന്റെ നിർണായക ഘടകമായി മാറിയിട്ടുള്ള മാൽപേ സംഘവും NDRF സംഘവും ഒക്കെ തന്നെയാണ് ഇവിടെയും എത്തി ആ ലോറി ഇപ്പോൾ കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. JCBയും ഹിറ്റാച്ചിയും ക്രെയിനും അടക്കമുള്ള വിവിധ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ നടന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി വലിയ തോതിൽ വർദ്ധിക്കാതിരുന്നത്. ജില്ലാ കളക്ടർ ഹൈവേ അതോറിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ നിർമ്മാണ കമ്പനിയിൽ നിന്നൊക്കെ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇപ്പോഴും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾക്ക് ഈ നിമിഷവും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ നിന്ന് ലോറി ഉയർത്തിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മാൽപേ സംഘം തന്നെ മുന്നോട്ടേക്ക് പോകുന്നത്. ഇരുമ്പുവടം വണ്ടിയുടെ ആക്സിയുമായിട്ട് ബന്ധിപ്പിച്ച് എല്ലാം സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കോൺഗ്രസ് ലാബിൽ വലിച്ചപ്പോൾ എവിടെ ലോക്കായിട്ടുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് എടുത്തിട്ട് വലിക്കാനുള്ള പ്ലാനാണ്. ഇതൊരു ക്ലിയർ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ 1-2 മണിക്കൂറുള്ളിൽ കരക്കെത്തിക്കാൻ പറ്റും. നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ലോറിയുടെ ഒരു ഭാഗം ഉയർന്നു വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിമിഷങ്ങൾക്കകം തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ ആ ഒരു മിഷൻ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മൾക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. കാർവാറിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.